നമസ്കാരം. കേരള സർക്കാർ കൊണ്ടുവന്ന ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് അത് ഗവർണർ പരിഗണനയ്ക്ക് വിട്ട ബില്ലിനാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്. ഇത് സംസ്ഥാന സർക്കാരിന് വലിയ നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ബില്ലിന് അനുമതി ലഭിച്ചത് നേട്ടമാണെങ്കിൽ കൂടിയും ലോകായുക്തയുടെ അധികാരം എന്ന് പറയപ്പെടുന്നത് ഇതോടെ കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബില്ലിന് അംഗീകാരം ലഭിച്ചതോടുകൂടി ലോകായുക്ത ഇനി കുറ്റക്കാരനെന്ന് വിധിച്ചാൽ പോലും ഇനി ഒരു പൊതുപ്രവർത്തകന് തൽസ്ഥാനത്ത് തുടരാകും എന്നുള്ളതാണ് വസ്തുത. ലോകായുക്തയുടെ അധികാരം കുറയ്ക്കുന്നതാണ് ബില്ലെന്ന ആരോപണം നേരത്തെ തന്നെ ശക്തമായി ഉയർന്നിരുന്നു. പക്ഷേ അത് നടപ്പിലായില്ല. പകരം രാഷ്ട്രപതി ഇപ്പോൾ ബില്ലിന് അംഗീകാരം നൽകിയതോടുകൂടി ഗവർണർക്കും പ്രതിപക്ഷത്തിനും ഇത് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ലോക്പാൽ ബില്ലിന് സമാനമാണ് ലോകായുക്ത ബില്ല് എന്നുള്ള നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബില്ലിനെക്കുറിച്ച് ഇപ്പോൾ രാഷ്ട്രപതി ഭവൻ ബില്ലിന് ഇപ്പോൾ അംഗീകാരം നൽകിയതായി അറിയാൻ കഴിയുന്നത്. ബില്ലിന് അനുമതി ലഭിച്ചതോടെ ഗവർണറുടെ അപ്പലേറ്റ് അധികാരം അത് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത വിധി ഉണ്ടായാൽ ഗവർണർക്ക് പകരം നിയമസഭയായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയപ്പെടുന്നത്. മന്ത്രിമാർക്കെതിരായിട്ടുള്ള വിധികളിൽ മുഖ്യമന്ത്രിയും MLA-മാർക്ക് എതിരായിട്ടുള്ള വിധിയിൽ സ്പീക്കറുമായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയപ്പെടുന്നത്. ഇനി മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത വിധി വന്നു കഴിഞ്ഞാൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ നിയമസഭയ്ക്ക് അത് തള്ളാനുമാകും. ബില്ലിന് അംഗീകാരമാകുന്നതോടെ ലോകായുക്ത നിയമത്തിലെ 14-ാം വകുപ്പ് ഇല്ലാതാവുകയാണ്. രാഷ്ട്രപതി ഭവൻ്റെ തീരുമാനമനുസരിച്ച് ഇനി ഗവർണർ ബില്ലിൽ ഒപ്പിടും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബില്ലിന് അനുമതി നൽകാതെ രാഷ്ട്രപതിക്ക് വിട്ട ഒരു ബില്ലായിരുന്നുവല്ലോ ഇത്. ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ട ബില്ലിനാണിപ്പോൾ അന്തിമാനുമതി ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് സംസ്ഥാന സർക്കാരിന് വലിയ നേട്ടമായി ഉണ്ടെങ്കിൽ കൂടിയും ബില്ലിന് അനുമതി ലഭിച്ചത് നേട്ടമാണെങ്കിലും ലോകായുക്തയുടെ അധികാരം ഇതോടുകൂടി ഇല്ലാതാകുന്ന അല്ലെങ്കിൽ കുറച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ചിന്തനീയമാണ് എന്ന് പറയേണ്ടി വരുന്നു. കാരണം അത്തരത്തിലൊരു ബില്ലുണ്ടാകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇതിൻ്റെ ആവശ്യകത എന്തായിരുന്നു? ഇനി ലോകായുക്ത കുറ്റക്കാരനെന്ന് വിധിച്ചാൽ പോലും പൊതുപ്രവർത്തകന് തലസ്ഥാനത്ത് തുടരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ശരിയാണോ? അതെന്തുകൊണ്ടാണ് ലോകായുക്തയുടെ അധികാരം കുറയ്ക്കുന്ന തരത്തിലുള്ളൊരു ബില്ല് ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത? അപ്പോൾ കട്ട് തിന്നുന്നവർ ഇതിനകത്തുണ്ട് എന്നുള്ളതും അവർ രക്ഷപ്പെടണം എന്നുള്ളതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു ബില്ലുണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രപതി ഭവൻ്റെ അംഗീകാരം ലഭിച്ചതോടുകൂടി അത് ചിലപ്പോൾ ഗവർണർക്കും പ്രതിപക്ഷത്തിനൊക്കെ തിരിച്ചടിയായിരിക്കും. പക്ഷേ ഈ ബില്ല് വരുന്നതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് അഴിമതിയിൽ മുങ്ങിക്കുളച്ചു കിടക്കുന്ന കള്ളന്മാരായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പൊതുപ്രവർത്തകരെയും ലോകായുക്ത ഏതെങ്കിലും സമയത്ത് കുറ്റക്കാരെന്ന് വിധിച്ചാൽ പോലും ആ ബില്ല് ഉള്ളതുകൊണ്ട് അവർ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ഇതോടുകൂടി ഗവർണറുടെ അപ്പലേറ്റ് അധികാരം പോവുകയാണ്. മുഖ്യമന്ത്രിയെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയുടെ വിധി ഉണ്ടായാൽ പോലും ഗവർണർക്ക് പകരം നിയമസഭ കൂടി ആ നിയമസഭയായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയപ്പെടുന്നത്. അവരാണ് അത് തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പോകുന്നത്. ഇനി മന്ത്രിമാർക്കെതിരായിട്ടുള്ള വിധികളിലാണെങ്കിൽ അത് മുഖ്യമന്ത്രി തീരുമാനമെടുക്കും. MLA-മാർക്കുള്ള വിധികളിലാണെങ്കിൽ അത് തീരുമാനമെടുക്കാൻ പോകുന്നത് സ്പീക്കറുമായിരിക്കും. ഇതാണ് അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അതോറിറ്റി എന്ന് അത്തരത്തിലുള്ള അതോറിറ്റി ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയിൽ വിധി വന്നു കഴിഞ്ഞാൽ അത് നിയമസഭയ്ക്ക് തള്ളാനാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ലോകായുക്ത എന്ന് പറയപ്പെടുന്ന അവരുടെ തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ഈ ബില്ലിൻ്റെ ഫലമായിട്ട് ലോകായുക്തയുടെ അധികാരങ്ങൾ കുറഞ്ഞു വരികയും ചെയ്യും. എന്തിനാണ് ഇത്തരത്തിലൊരു ബില്ല് സർക്കാർ ഇത്ര തിടുക്കപ്പെട്ട് കൊണ്ടുവന്നത് എന്ന് സമൂഹത്തിലൊരു ചിന്തയുണ്ട്. ഇനി കുറച്ചുകൂടി ജനങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവരേണ്ടത്? എല്ലാ രാഷ്ട്രീയക്കാരുടെ ഇടയിലും ഇത്തരത്തിലുള്ള കള്ളന്മാരുണ്ട് എന്ന് ഭരിക്കുന്ന പാർട്ടിക്ക് തന്നെ മനസ്സിലായി. അതായത് ഭരിക്കുന്ന പാർട്ടിയിലുള്ളതെല്ലാം ഈ പറയുന്നത് പോലെ കള്ളന്മാരുടെ രാജാക്കന്മാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പിടിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ലോകായുക്തയുടെ ഒരു തീരുമാനം ഉണ്ടായാൽ ആ ലോകായുക്തയുടെ ഒരു തീരുമാനം മറികടക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു ബില്ല്. ആ ബില്ല് പ്രകാരമാണെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ള കള്ളന്മാർക്ക് രക്ഷപ്പെടാം, മന്ത്രിമാർക്ക് രക്ഷപ്പെടാം, MLA-മാർക്ക് രക്ഷപ്പെടാം. പൊതുപ്രവർത്തകർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു വിധി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി ഇതിനെ മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് കേരള സർക്കാർ കൊണ്ടുവന്ന ഈ ബില്ലിന് അംഗീകാരം ലഭിച്ചു എന്നുള്ള കാര്യം ശരി തന്നെയാണ്. അത് കേരള സർക്കാരിൻ്റെ നേട്ടമാണ്. ഗവർണർക്കും പ്രതിപക്ഷത്തിനും തിരിച്ചടി തന്നെയാണ്. എങ്കിൽ കൂടിയും ഇത് കള്ളന്മാരെ രക്ഷപ്പെടുത്തുവാനുള്ളൊരു ബില്ലാണ് എന്ന് പൊതുസമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു.